Islam is toxic, Muslims are lovely. നമസ്കാരം. സയന്റിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 2022 എസൻസിന്റെ ലിറ്റ്മസിന്റെ മുദ്രാവാക്യം ഇസ്ലാം ഇസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണ്, ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്, ഒരു വെനമസ് ആശയമാണ്. പക്ഷെ അതിന്റെ ഇരകളാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ മറ്റെല്ലാവരെയും പോലെ നമ്മളെല്ലാം ഒന്നാണ്, സഹോദരന്മാരാണ്, അല്ലെ സഹോദരിമാരാണ്. ഈ വീഡിയോയിൽ രവിചന്ദ്രൻ പറയുന്നത് എസൻസിന്റെ മുദ്രാവാക്യമാണ് ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി എന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇസ്ലാം എന്ന ആശയത്തെയാണ് എസൻസ് വിമർശിക്കുന്നത്, അല്ലാതെ ഒരു മുസ്ലിം വ്യക്തിയെയോ സമൂഹത്തെയോ അല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും എസൻസിലുള്ളവർ ഇതേ ആശയം പേർന്നവരാണെന്ന്. പലപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് പൊതുവേദികളിൽ വന്ന് പറയാറുള്ളത്. പക്ഷേ ഇടയ്ക്ക് ഒളിച്ചു കടത്താൻ വെച്ചിരിക്കുന്ന ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വെറുപ്പ് പ്രകടമായി പുറത്തു ചാടും. ഇതാ ഒരു ഉദാഹരണം. നിഷാദ് കൈപ്പള്ളി എസൻസിൻ്റെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ മുസ്ലിംസ് ആർ ലവ്ലി എന്ന മുദ്രാവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതായി നടിക്കുകയും പക്ഷേ ക്ലബ് ഹൗസിൽ വന്ന് മനസ്സ് തുറന്ന് മുസ്ലിം വെറുപ്പ് പരത്തുന്നത് ഒന്ന് കേട്ടു നോക്കൂ. മുസ്ലിംസ് ഒരു എക്സ്ട്രീം ഗ്രൂപ്പ് ആണെന്നുള്ളത് അറിയാലോ. ഇവരുടെ ഇടയിൽ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ഉള്ളവരുണ്ട്. എല്ലാവരും ബഹുഭൂരിപക്ഷവും എക്സ്ട്രീമിസ്റ്റുകളാണെന്നുള്ളത് അറിയാമോ? ബഹുഭൂരിപക്ഷം ആൾക്കാരും എക്സ്ട്രീമിസ്റ്റുകളാണെന്ന് അറിയാമോ? കൈപ്പള്ളിയാണ് ആ സമൂഹത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ. അപ്പൊ കൈപ്പള്ളിയുടെ വ്യൂ ആണ്. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഇല്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഞാൻ ഇതിന്റെ അകത്ത് ഒരു കാലത്തും ഇതിന്റെ അകത്ത് ഇല്ലായിരുന്നു. ഐ വാസ് നെവർ പാർട്ട് ഓഫ് ദിസ്. എന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലാതെ എനിക്ക് പരിചയമുള്ള 10-30 വർഷം ഞാൻ ഗൾഫിൽ ജീവിച്ചിട്ടുള്ളതാണ്. അത് 35 വർഷം. അവിടെയെങ്കിലും ഞാൻ എന്നെങ്കിലും ഈ കൂട്ടത്തിന്റെ കൂടെ കൂടിയതായിട്ട് ഒരാൾ വന്ന് പറയുക. എന്റെ ബന്ധുക്കൾ താഴെ കേട്ടോണ്ടിരിപ്പുണ്ട്. അവന്മാരെങ്കിലും വന്ന് പറയട്ടെ, നിഷാദ് ഇങ്ങനെ ഈ കൂട്ടത്തിൽ കൂടുന്നതാണ്, ഇവരുടെ കൂടെ ഇരുന്ന് വരവി ഇങ്ങനെ ഞണ്ണുന്ന ടീമാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഏതെങ്കിലും ഒരുത്തരെ വിളിച്ചോണ്ട് വാ, നിഷാദ് ഈ കൂട്ടത്തിൽ വരവിയിട്ടുണ്ടെന്നുള്ളത്. ഇവന്റെ എങ്ങാണ് ഏതെങ്കിലും എന്താണ് ഇഫ്താർ പാർട്ടിക്കോ വരവൽ ഈ കൈയിട്ട് കിണ്ടുന്ന പാർട്ടിക്കോ എന്തിനെങ്കിലും ഞാൻ പോയതായിട്ട് ഓരോ തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ. I hate this fucking bunch. I hate this bunch. Okay, with a vengeance. I hate these motherfuckers with a vengeance. These are fucking tribal pieces of shit. Absolutely no doubt on that. Okay. ഇത്രയധികം വൈരാഗ്യവും വെറുപ്പുമാണ് മുസ്ലിങ്ങളോട് ഇയാൾക്കുള്ളത്. ഈ വെറുപ്പുണ്ടാകാൻ ഒരു കാരണവുമില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. ഇയാളുമായി മുസ്ലിം സമൂഹത്തിന് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല. അതായത് ഇയാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ആരും വന്നിട്ടില്ല എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ? I hate this fucking bunch. I hate this bunch. Okay, with a vengeance. I hate these motherfuckers with a vengeance. These are fucking tribal pieces of shit. Absolutely no doubt on that. Okay. എന്തിനാണ് ഇങ്ങനെ മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള വെറുപ്പ്? ഒരു ഉത്തരമേ ഉള്ളൂ: പച്ച വർഗീയത. ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ പടർത്തണം. ഇത്തരം പച്ച വർഗീയവാദികളാണ് മുസ്ലിംസ് ആർ ലവ്ലി എന്ന ആട്ടിൻതോലണിഞ്ഞ് എസൻസ് ഗ്ലോബലിൽ കയറിയിരിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണമായി എസൻസിലെ പ്രമുഖനായ ആരിഫ് ഹുസൈൻ മുസ്ലിം വെറുപ്പ് പറയുന്നത് ഒന്ന് കേൾക്കാം. നമ്മളെ കൂടെ നടക്കുന്ന ആൾ, മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മളെ കൂടെയുള്ള ആൾ, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫാറൂഖിനെ കൊന്നത് കൂട്ടുകാരനാണ്, അറിയോ? അല്ല, അപ്പൊ അവസാനം ആരിഫ് പറഞ്ഞ എന്തായാലും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ എനിക്കൊരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട്, അവരെന്തായാലും തീവ്രവാദികളൊന്നല്ല. അല്ല, പക്ഷെ അല്ല എന്ന് ആര് തീരുമാനിക്കും? എങ്ങനെ പ്രൂവ് ചെയ്യും? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല എന്ന് അവരെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ വിശ്വസിച്ചിട്ട് നടക്കുക? ലൈക്ക് ആര് വേണമെങ്കിലും എന്താണെങ്കിലും ആയിക്കൂടെ? അതാണ് നമ്മൾ ഇസ്ലാമിന്റെ ഭാഗത്തുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അതിന് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരാത്തത് എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ അഭിപ്രായത്തില് നമ്മളെ നിലവിൽ എന്തായാലും ഇസ്ലാം 100% അതേപോലെ പിൻപറ്റുന്നവര് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ മൊറാലിറ്റി ഇത്രക്കും ഒരു പ്രോഗ്രസ് ആയി ഓൾറെഡി ഇത്രയും പ്രോഗ്രസ് ആയി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അല്ല മുസ്ലിമുകൾക്കിടയിൽ. ഞാൻ പെർസെന്റേജ് പറയാം. അതായത് 60% മുസ്ലിങ്ങൾ അഴകുഴമ്പൻ വിശ്വാസികളാണ്. ഓക്കെ, 60% കൂടുതലാണെന്നാണ് ഞാൻ പറയണത്. ആ 60% ഞങ്ങൾ തീവ്രവാദികളല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട ബോർഡനാണ് അവരുടെ മേത്ത് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. 60% അഴകുഴമ്പൻ വിശ്വാസികളാണ്, 10% തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാം.
അതിൽ ഒരു 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും. ഒരു ബാക്കി 9% ആളുകൾ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ കൊണ്ട് നടന്ന് ഇവിടെ ഡെമോക്രസി വേണ്ട, ഇവിടെ ശരിയായ ഭരണം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ആരിഫ് പറഞ്ഞ കാര്യവും, അതായത് നമ്മുടെ സുഹൃത്തായ ഒരു മുസ്ലിം തീവ്രവാദിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നതും, ആദ്യം രവിചന്ദ്രൻ പറഞ്ഞ മുസ്ലിംസ് ആർ ലവ്ലി എന്ന് പറയുന്നതും ഒരുമിച്ച് പോകില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുസ്ലിങ്ങൾ തീവ്രവാദികളായിരിക്കാം എന്ന് പറയുന്നതും മുസ്ലിങ്ങൾ ആർ ലവ്ലി എന്ന് പറയുന്നതും ഒരുമിച്ച് പോകുമോ? ഇല്ല. പിന്നെ ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ എവിടുന്നാണ് ഈ ശതമാനക്കണക്കുകൾ കൊണ്ടുവരുന്നത്? അതിന് തെളിവ് വെക്കാൻ ആരിഫിനെ ചാലഞ്ച് ചെയ്യുകയാണ്. 1% ആളുകൾ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും എന്ന് എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞു പോകുന്നത്. 1% കേരളത്തിലെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന മുസ്ലിങ്ങൾ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ഇദ്ദേഹം വിതർന്ന വർഗീയ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാവും. 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ 88,73,472 ഇതിൻ്റെ 1% എടുത്തു കഴിഞ്ഞാൽ 88,734 വരും. ഇത്രയും പേര് പൊട്ടിത്തെറിക്കാൻ ഐസിസിൽ തന്നെ ഉണ്ടാവുന്ന സംശയമാണ്. പിന്നെയാണ് കേരളത്തിൽ. ഇവിടെ ഇവർ ചെയ്യുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ ആശയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, മുസ്ലിങ്ങളെ അല്ല എന്നൊരു വ്യാജ കവചം സൃഷ്ടിച്ച് സമൂഹത്തിലേക്ക് മുസ്ലിം വിരുദ്ധത കുത്തിക്കയറ്റുക എന്നതാണ്. ഇങ്ങനെ ഇസ്ലാമോഫോബിയ പറയുന്ന ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമോഫോബിയ അല്ല, ഇസ്ലാമോ ഫിയർ ആണ് എന്നിങ്ങനെ സ്വന്തമായി വാക്കുകൾ കണ്ടുപിടിക്കുക, അതിന് നിർവചനം കൊടുക്കുക, അങ്ങനെ പല വാചക കസരത്തുകളുമായി കേരളത്തിലെ സമാധാന സമൂഹത്തിനിടയിൽ ഇസ്ലാമോഫോബിയ ഒളിച്ചു കടത്തുവാൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ. ഫോബിയ എന്ന് പറയുന്ന വാക്കിന് ഉണ്ടില്ല, ഇസ്ലാം ഫിയർ ഉണ്ട്. ഇസ്ലാം ഈസ് എ വെരി ടോക്സിക് വെനമസ് ഐഡിയോളജി. സോ ഇറ്റ്സ് വെരി നാച്ചുറൽ ഫോർ പീപ്പിൾ ടു ഫിയർ ഇറ്റ്. അത് ഇസ്ലാം എന്നുള്ള സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്തവരും അതിനെ പേടിക്കുന്നുണ്ട്, ഫിറ്റ് ചെയ്യാത്തവരും അതിനെ പേടിക്കുന്നുണ്ട്. അത് നാച്ചുറലാണ്. ചിലർ പേടിക്കുന്നതായിട്ട് പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിറയ്ക്കുന്നതാണ്, ചിലർ പേടിക്കുന്നുണ്ട്. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെല്യൂഷണൽ ഫിയർ ആണ്. ആക്ച്വലി യു ഡോണ്ട് ഹാവ് ടു എന്നുള്ളതാണ് ഈ ഫോബിയ എന്നുള്ള വാക്ക്. ലൈക്ക് പാറ്റയോട് പേടിയുന്നത്. പാറ്റയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ മെന്റലി അങ്ങനെ പേടിക്കുന്നു, അതിന്റെ കാര്യമില്ല. ഇറാഷണൽ ഫിയർ ആണ് ഫോബിയ എന്നുള്ളതാണ് വാക്കിന്റെ അർത്ഥം വെച്ചുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇസ്ലാം ഫിയർ ഉണ്ട്, നല്ല കട്ട ഇസ്ലാം ഫിയർ ഉണ്ട്. അത് ഒരു പ്രപഞ്ച സത്യമായിട്ട് ഇപ്പോൾ ലോക സത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി ന്യൂ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഫിയർ, ഇസ്ലാം ആസ് എ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ഇസ്ലാമോ ഫിയർ എന്താണെന്ന് ഒരു ആധികാരിക ബോഡിയിൽ നിന്നും ഡെഫിനേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇസ്ലാമോഫോബിയ എന്താണെന്ന് UN വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ ഇസ് എ ഫിയർ, പ്രിജുഡിസ് ആൻഡ് ഹേറ്റ്രഡ് ഓഫ് മുസ്ലിംസ് ദറ്റ് ലീഡ്സ് ടു പ്രൊവക്കേഷൻ, ഹോസ്റ്റിലിറ്റി ആൻഡ് ഇൻടോളറൻസ് ബൈ മീൻസ് ഓഫ് ത്രെറ്റനിങ്, ഹരാസ്മെൻറ്റ്, അബ്യൂസ്, ഇൻസൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻറ്റിമിഡേഷൻ ഓഫ് മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് ബോത്ത് ഇൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വേൾഡ്. അതായത് മുസ്ലിങ്ങളോട് ഉള്ള ഭയമോ വെറുപ്പോ കാരണം മുസ്ലിങ്ങളോടും മറ്റ് അമുസ്ലിങ്ങളോടും അസഹിഷ്ണുതയും ശത്രുതയും ഉണ്ടാക്കുന്ന വിധത്തിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ അവരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും പ്രകോപനം നടത്തുകയും ചെയ്യുന്നതിനെ ആണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിഷാദ് കൈപ്പള്ളി മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള വെറുപ്പുണ്ട്. അയാളുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഐ ഹേറ്റ് ദം വിത്ത് എ വെഞ്ചൻസ് എന്ന് പറയുന്നതും ആരിഫ് ഹുസൈൻ കേരളത്തിലെ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാവുന്ന 88,000 മുസ്ലിങ്ങൾ പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന തീവ്രവാദികളായിരിക്കാം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ഇതാണ്. എസൻസ് ഗ്ലോബലിൽ ഉള്ള പലരും ഇസ്ലാം എന്ന മതത്തിൻ്റെ ആശയത്തിനെയാണ് വിമർശിക്കുന്നത് എന്നതിൻ്റെ മറവിൽ പച്ച മുസ്ലിം വിരുദ്ധതയും വർഗീയവാദവുമാണ് പടർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തം. സയൻറ്റിക്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പ്രതികരണങ്ങൾ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടായിട്ട് കാണുന്നത് ഇടതുപക്ഷ നിലപാട് തന്നെയാണ്. നമ്മളതാണ് സ്വീകരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 2022 എസൻസിന്റെ ലിറ്റ്മസിന്റെ മുദ്രാവാക്യം ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി എന്നായിരുന്നു. I hate this fucking bunch. I hate this bunch. Okay, with a vengeance. I hate these motherfuckers with a vengeance. These are fucking tribal pieces of shit. നമ്മളെ കൂടെ നടക്കുന്ന ആള്, മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മൾ കൂടെ ഉള്ള ആള്, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. 10% തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാം. അതിൽ ഒരു 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും.